പെൺപിള്ളേർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഹലോ, അപ്പം ഇന്ന് ഞാൻ ഒരു ഡേറ്റിന് പോകാൻ തീരുമാനിച്ചു. കൂടിപ്പോയി ഗൈസ്, തൂത്തുകളയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളുടെ കൂട്ടത്തിലാണ് ഞാൻ ഡേറ്റിന് പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. റെഡി ആവണം, പോകണം, എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാൻ റെഡി ആവാൻ പോവാണ്. എന്ത് ഇടണം ഐ എം നോട്ട് ഷുവർ. അപ്പം ഞാൻ കാണിച്ചു തരാം എന്താണ് ഔട്ട്ഫിറ്റ്, എങ്ങനെയാണ് മേക്കപ്പ്, ഹെയർ സ്റ്റൈലിങ്. പെൺപിള്ളേർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. നമുക്ക് എത്ര ഡ്രസ്സ് വാർഡ്രോബിലുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഡ്രസ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സില്ല. പക്ഷേ വാർഡ്രോബ് നിറയെ ക്ലോത്ത്സ് ഇരിക്കുന്നതായിട്ടും കാണാം. നമ്മുടെ കണ്ണിൽ അതൊന്നും പെടാത്തതാണോ അതോ ഐ ഡോണ്ട് നോ. എനിക്ക് എപ്പോഴും ഈ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. പൗഡർ, കോമ്പാക്ട് പൗഡറാണ്. ഐ ലവ് ദിസ്. ഇത് ഞാൻ കൊറിയൻ ഡ്രാമ കണ്ടിട്ട് അവിടെ നിന്ന് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇടുന്നതാണ്. അപ്പം കാണാൻ നല്ല രസമുണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനത്തെ തന്നെ ഞാൻ നോക്കി വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഈ പ്രാവശ്യം എടുത്ത പ്രോഡക്റ്റൊക്കെ അടിപൊളിയാണ്. എൻ്റെ സ്കിന്നിന് കറക്റ്റാണ്. ലൈക്ക് അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയാലും ഇതിപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ സെയിം കളറായിട്ട് തോന്നും ഇപ്പം ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റും. കൂടിപ്പോയി ഗൈസ്, തൂത്തുകളയും. ഫൗണ്ടേഷൻ്റെ തന്നെ സാധനം ഇരിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് അങ്ങനെ ചുവന്ന് കിടക്കുന്നത് ഇഷ്ടമല്ല. മറ്റേ ആ പടത്തിലെ മറ്റൊരു ബിന്ദു പണിക്കരുടെ പറയില്ല, എന്തൊക്കെ അവൾ ജന്മനാ ഇങ്ങനെ, അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഐ തിങ്ക് നോർമലായെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ആണേ. കെട്ടിയൊരുങ്ങിയത് ഞാൻ എങ്ങോട്ട് പോവാ എന്നെനിക്കറിയില്ല. പക്ഷേ വി ഷുഡ് സംടൈംസ്. പിന്നെ എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? അല്ലേ, യൂസ് ചെയ്യാനാണ്. ഫൈനലായിട്ട് എന്ത് ചെയ്യണം? ഷൂസ് ഇടണം. ഹീൽസ് ഇട്ട് പോയാൽ മഴയുണ്ട്. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. The beauty of our souls, true love never lets you down in every way. It's the light that shines, guiding us each day. അങ്ങനെ കുറേ നേരത്തെ പ്ലാനിങ്ങിന് ശേഷം ഞാൻ ഫൈനലി ലുലുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പോൾ ലുലു എത്തിയിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ ആ പറഞ്ഞ ഡേറ്റില്ലേ, അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ എന്നെ തന്നെയാണ് ഒരു ഡേറ്റിന് കൊണ്ടുവന്നത്. അപ്പം ഞാൻ അവിടെ ലുലു ചെന്നപാടെ ഓടി നമ്മുടെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ലഞ്ച് പ്ലാൻ ചെയ്ത് പോയിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ 5 മണിയായി. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം അതിലേക്ക് ഇറങ്ങി നടന്നൊരു 5 മിനിറ്റിൽ ഇതേ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫുഡ് ആർക്കാണെന്നല്ലേ, ഇതൊക്കെ എനിക്ക് തന്നെയാണ്. വിശന്നിട്ട് വയ്യായിരുന്നു, അതുകൊണ്ട് കണ്ട ഫുഡൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇത് ഞാനൊരു ചീറ്റ് ഡേ ആയിട്ട് അങ്ങ് എടുത്തു. അങ്ങനെ സമയമെടുത്ത് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് തീർത്ത് മെല്ലെ ഫുഡ് കോർട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. പിന്നെ ഇതിൽ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെയാണെന്ന് വിചാരിച്ച് പോയി. അവിടെ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ നോക്കി. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അവിടുത്തെ തന്നെ നമ്മുടെ ലുലു തന്നെയുള്ള ജോസ്കോയിലേക്കാണ്. ഞാൻ കുറേ നാളെ വിചാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും ഞാൻ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഇതൊരു സിംഗിൾ ഡയമണ്ട് വരുന്ന ഒരു നോസ് റിംഗ് ആണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നമ്മുടെ പേജ് 3ലേക്ക് ലുലു തന്നെയുള്ള ഇതാണ്, അവിടെ ഞാൻ ഹെയർ കട്ടിനും ഇതിനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പം ഞാൻ അവിടെ നിന്നൊരു അടിപൊളി ഹെയർ കട്ടൊക്കെ ചെയ്തു. അത് ഞാൻ ആക്ച്വലി വേറൊരു പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഷോർട്സിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.